ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. അന്നത്തെ നിങ്ങളുടെ ഇതല്ലേ. സുപ്രഭാതം പവലിയനിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA എത്തിയിരിക്കുകയാണ്. എന്തു പറയും നമ്മൾ പവലിയനിലെത്തിയപ്പോൾ സുപ്രഭാതത്തെക്കുറിച്ച്? വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങൾ വളരെ എന്താ പറയുക, വളരെ ഒരു പോസിറ്റീവ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ജൻസി പൂരം എന്ന് പറഞ്ഞൊരു പാംഫ്ലെറ്റ് എന്നല്ല, ഒരു ബുക്ക് തന്നെ ഇറക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഏതൊരു കുട്ടിക്കും അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ഒരു കാണിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണിത് തീർച്ചയായിട്ടും. അപ്പം നിങ്ങളിതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇവിടുത്തെ മീഡിയ കവറേജിനെ കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാ ആശംസകൾ. ഞങ്ങളുടെ പിതാവും സുപ്രഭാതവും ഞങ്ങളുടെ തുടക്കമൊക്കെ ഞങ്ങളുടെ പിതാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു അനുസ്മരണം ഒക്കെ ഞാനത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നും അദ്ദേഹത്തെ നിങ്ങൾ ഓർക്കുന്നു. നിങ്ങളെപ്പോലുള്ളവർ ഓർക്കുന്നതിൽ നമുക്കാണ്. അദ്ദേഹം മരിക്കുന്നില്ല എന്നുള്ള എൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നതാണത്. തീർച്ചയായിട്ടും കലോത്സവത്തിലേക്ക് വന്നാൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാനൊരു കലോത്സവത്തിലെ പങ്കെടുത്തുള്ളൂ, 1ാം ക്ലാസ്സിൽ. അന്ന് ഉപജില്ല വരെ പോകാൻ പറ്റുള്ളൂ. എൻ്റെ സ്കൂളിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, ഉപജില്ലയിൽ പക്ഷേ കിട്ടിയില്ല, ഫർദർ പോകാൻ പറ്റിയില്ല. അന്നൊരു അമ്മൂമ്മയായിട്ടാണ് അഭിനയിച്ചത്, അല്ലെങ്കിൽ ഫാൻസി ഡ്രസ്സായിരുന്നു. അപ്പോൾ അന്ന് ഫസ്റ്റ് കിട്ടാൻ കാരണം നല്ല വിറയിലായിരുന്നു, ചെന്നപ്പോൾ ടെൻഷൻ കാരണം. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അവർ ഫസ്റ്റ് വന്നു. പക്ഷെ ഉപജില്ലയിൽ ചെന്നപ്പം അത്ര പോയില്ല. ഈ പാട്ടൊക്കെ ചുമ്മാ പാടുമോ? ചുമ്മാ പാടുമെന്ന് ചോദിച്ചാൽ ഒന്ന് ചുമ്മാ പാടിയാലോ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം കൂടൊരുക്കാൻ വാ. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടൊരുക്കാൻ നമുക്ക് ഉണ്ടാവാം. UDF ജയിക്കും. UDFിന് മുഖ്യമന്ത്രി ഉണ്ടാവും. അടുത്ത പ്രാവശ്യം അദ്ദേഹമായിരിക്കും ഇതിന് ഉദ്ഘാടനം നടത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ഗുസ്തികളൊക്കെ വേണ്ടി വരും. നമ്മൾ ചെറിയൊരു പണിയാണ്. പ്രാക്ടീസാണോ? ഒരു പ്രാക്ടീസാണ്. ഞങ്ങളുടെ ആരും ഗുസ്തി കളിക്കാറില്ല. പത്രക്കാരായ ഗുസ്തികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഞങ്ങളെ പ്രേരിപ്പിക്കുക. അടുത്ത ഇലക്ഷന് മുന്നേ ഒരു ചെറിയൊരു ഗുസ്തിയാണ്. അപ്പോൾ നമുക്കൊന്ന് കൈമാറാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ ജയിക്കത്തുള്ളൂ, അറിയാലോ. പക്ഷേ ഒരു കൈ കാണുന്നില്ല, ഒരു കൈ കാണുന്നുള്ളൂ. ചുമ്മാ ഇടിച്ചാൽ മതിയോ? ആയിട്ടില്ലേ, ഞാൻ പറയാം കേട്ടോ. ധൈര്യം വാ. ഓക്കെ. അപ്പൊ നമ്മുടെ ചാണ്ടി ഉമ്മൻ MLA ഒരു ഗുസ്തി കളിക്കാൻ പോവാണ്. ഇടി കിട്ടുമോ വീഴോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, തുടങ്ങിക്കോളൂ. ഓക്കെ, ഇതാ ചാണ്ടി ഉമ്മൻ MLAയുടെ അതിസാഹസികമായിട്ടുള്ള ഇടിയാണ് ബോക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കണേ, പിറകോട്ട് പോകണ്ട കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ. കൗണ്ടിങ് ഉണ്ടാവും. ഇല്ല, ആയിട്ടില്ല. എങ്ങനെ കാണിക്കുന്നത്? നോക്കിക്കോളേ. ഇടി മുഖത്ത് കിട്ടുന്നുണ്ട്. അടി കിട്ടി കിട്ടി. വീണോ? ആള് വീണോ? ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടക്കുകയാണ്. വീഴുന്നില്ലല്ലോ. ആള് ശക്തിമാനാണ് അപ്പുറത്തുള്ളത്. കുറച്ചൊരു ബാക്കി വെക്കണേ, അവിടെ തൂണ്. അന്നത്തെ നിങ്ങളുടെ ഇതല്ലേ? അന്നത്തെ 1ാം പേജ് ആയിരുന്നത്.